ഭഗവാന്റെ ഗോപി വസ്ത്രാപഹരണ ലീല. അതായത് അവര് കാത്യായനി വ്രതം അനുഷ്ഠിച്ചു. ഇങ്ങനെ കാത്യായനി മഹാമായെ മഹായോഗിന്യശ്വരി കാത്യായനി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അതിനുശേഷം ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് കാത്യായനി ദേവിയെ ഉപാസിച്ചുകൊണ്ട് അവര് ഗോപികമാര് കാത്യായനി വ്രതം അനുഷ്ഠിച്ചു. അന്ന് അവര് കുളിച്ചിരുന്ന ഘാട്ടതായിരുന്നു. അതിന്റെ പ്രൂഫ് ഇതായിട്ടാണ് ഇത് പടികളായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് ഇവിടെ കുറച്ചുകൂടി മാറിയാണ് കുറച്ചുകൂടി ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ കടവുകളൊക്കെ ഉണ്ട്. കടവുകൾ ഇവിടെ വരെ യമുനാ നദി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ വൃക്ഷത്തിന്റെ പരമ്പരയാണ് അത്ര ഇപ്പോഴും ഇതായിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് ഒറിജിനൽ. പിന്നെ ഇതെല്ലാം വൃന്ദാവനത്തില് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ഇപ്പൊ വൃന്ദാവനത്തില് ക്ഷീരകാട്ട് എന്ന് ചീരകാട്ട് എന്ന് പറഞ്ഞാൽ തുണി ഭഗവാൻ വസ്ത്രം മുകളിലിട്ടു എന്ന് പറയുന്ന ആ കാട്ടിൽ അത് പിന്നീട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ഇത് ഒറിജിനലാണ്. മറ്റേത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം ഇവിടെ വരുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവിടെ അത് കണ്ടിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് മഹാന്മാര് പിന്നീട് അത് ഉണ്ടാക്കിയത്. പക്ഷെ എന്ത് പറ്റിയത് ഒറിജിനൽ പല യമുനാ നദിയുടെ തീരത്തുള്ള ചീരകാട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് ചൊല്ലാം. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. കാത്യായനി ദേവിയോട് മായാദേവിയോട് ജീവന്റെ പതിയാണ് പരമാത്മാവായ ജീവൻ. അതിന്റെ പതി എന്ന് പറഞ്ഞാൽ അതിന്റെ എവിടെ നിന്നാണോ ആ ജീവൻ ആരംഭിച്ചത് അതാണ് പതി എന്നുള്ള വാക്ക്. പശുപതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമല്ല അർത്ഥം. പശുക്കളുടെ പതി എന്ന് പറഞ്ഞാൽ പശുവിന്റെ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ജീവന്റെ രക്ഷകനല്ല, പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ്. എവിടെ നിന്നാണോ ഈ ജീവൻ ഉണർന്നു വന്നത് കുറിച്ചു അതിന്റെ പരമകാരണമാണ്. എന്താണ് പരമകാരണം? ആ പരമകാരണമായ പതിയെ ഞങ്ങൾക്ക് ഭർത്താവായി പ്രാപിക്കാൻ എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇനി 4 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ പ്രതീക്ഷിച്ച് വെച്ചിട്ടുണ്ട്.